വെൽക്കം. ടാരോ കാർഡുകളുടെ ഫൗണ്ടേഷൻ മീനിങ്ങിനെ കുറിച്ച് അറിയാൻ താങ്കൾക്ക് താല്പര്യമുണ്ടാവും എങ്കിൽ ഈ വീഡിയോ താങ്കൾക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ളതാണ്. പ്രധാനമായിട്ടും 5 കാര്യങ്ങളാണ് ഞാൻ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. 1, എങ്ങനെയാണ് ടാരോ കാർഡുകളുടെ ആ സിസ്റ്റം വന്നത്. 2, എന്താണ് അതിൻ്റെ സെൻട്രൽ ബിലീഫ്. 3, കാർഡുകൾ എങ്ങനെയാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്, മേജർ ആർക്കാന ആൻഡ് മൈനർ ആർക്കാന. പിന്നെ ഫൈനലി, ഹൗ ടാരോ കാർഡ് ക്യാൻ ഗിവ് മീനിങ് ടു യുവർ ലൈഫ്. ആർ യു റെഡി? I'll see you in the class. ടാരോ കാർഡിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ ആദ്യം അറിയേണ്ടത് അതിൻ്റെ അസോസിയേഷൻസ് വെച്ചിട്ടാണ്. അതായത് ഏത് സിസ്റ്റമായിട്ടാണ് ഇത് ബന്ധപ്പെട്ട് കിടക്കുന്നത് എന്നുള്ളതാണ്. ആദ്യമേ പറഞ്ഞുകൊള്ളട്ടെ, ടാരോ കാർഡ് എന്ന് പറയുന്നത് ആസ്ട്രോളജി, പിന്നെ ചൈനയിലുള്ള ഐ ചിങ്, ന്യൂമറോളജി, ആയുർവേദ, ഈ സിസ്റ്റങ്ങളുമെല്ലാമായിട്ട് ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. ഇപ്പോൾ ആസ്ട്രോളജി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ, നല്ല കണക്കറിയുന്ന പണ്ഡിതന്മാരാണ് അത് ഉപയോഗിക്കുന്നത്. വളരെ കോംപ്ലക്സ് ആണ്. ന്യൂമറോളജി അത്ര കോംപ്ലക്സ് അല്ല, അതിനേക്കാളും കുറച്ചുകൂടി ലൈറ്റ് ആയിട്ടുള്ളതാണ്. എന്നാലും കണക്കിൽ നല്ല ഇത് വേണം. ടാരോ കാർഡുകൾ എന്ന് പറയുന്നത് നമ്മുടെ ഒരു റെക്കോർഡഡ് ഹിസ്റ്ററിയിൽ അതില്ല. ഇത് നമുക്ക് കഥാരൂപത്തിലേ ഉള്ളൂ. അതായത് ഇന്ത്യയിലോ ഈജിപ്തിലോ അല്ലെങ്കിൽ അറേബ്യയിലോ ഉത്ഭവിച്ചിരിക്കാമെന്നും ഇത് ആദ്യകാലത്ത് ജിപ്സികളാണ് ഇത് കൊണ്ടു നടന്നതും എന്നാണ് വിശ്വാസം. 15-ാം നൂറ്റാണ്ട് മുതലേ നമുക്ക് ടാരോ കാർഡുകളെ കുറിച്ചിട്ടുള്ള റെക്കോർഡഡ് ഹിസ്റ്ററി ഉള്ളൂ. അതിൽ ഇന്ന് നമ്മൾ മാർക്കറ്റിൽ നോക്കുകയാണെങ്കിൽ ഒരുപാട് വെറൈറ്റി ഓഫ് ടാരോ കാർഡ്സ് ഉണ്ട്. പക്ഷേ ഞാൻ പറയുന്ന എല്ലാ ക്ലാസ്സും 1909 ഇറങ്ങിയ റൈഡർ ആൻഡ് വൈറ്റ് സിസ്റ്റം വെച്ചിട്ടുള്ളതാണ്. അതിന് പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണുള്ളത്. ഒന്ന്, അതിലാണ് ഏറ്റവും കൂടുതൽ റിസോഴ്സ് മെറ്റീരിയൽ പ്രിൻ്റഡ് ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ളത്. ലോട്ട് ഓഫ് ബുക്സ് ആർ അവൈലബിൾ ഓൺ ദറ്റ് സബ്ജക്റ്റ്. സെക്കൻഡ്ലി, പേഴ്സണലി ഐ യൂസ് ദറ്റ് ഡെക്ക്. അപ്പോൾ ഇതിൽ വേറെ ടാരോ ഡെക്കുകളെ കുറിച്ച് ഒന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ അങ്ങനെയാണ് ടാരോ ഡെക്കുകളുടെ ഉത്ഭവം എന്ന് പറയുന്നത്. അത് ന്യൂമറോളജിയായിട്ട് നല്ല കണക്ഷനുണ്ട്. പിന്നെ ആസ്ട്രോളജിക്കൽ ഇതും നമുക്ക് എന്താ പറയുക, ചെറുതായിട്ട് ഇതിൽ പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഇറ്റ്സ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ പേഴ്സൺ, റീഡറിലാണ് ഇരിക്കുന്നത്. ഇനി എന്താണ് ഈ ടാരോ കാർഡിൻ്റെ സങ്കല്പം എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അതായത് നമ്മുടെ ജീവിതത്തിൽ ടാരോ കാർഡുകൾ പറയുന്നത് നമ്മൾ 2 ജീവിതമാണ് നയിക്കുന്നത്. ടാരോ കാർഡുകളല്ല, പൊതുവെ ഇതിൻ്റെ ഒരു വിശ്വാസം എന്ന് പറയുന്നത്. അതിലൊന്നെന്ന് പറയുന്നത് നമ്മുടെ ഒരു സെൽഫ് ഡിസ്കവറി അല്ലെങ്കിൽ നമ്മുടെ ജേർണി ഓഫ് സോൾ എന്ന് പറയുന്നതും, 2 നമ്മുടെ സെൽഫ് ഡെവലപ്മെൻറ്റും. ഇത് ഇങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവില്ല, ഞാനിപ്പോൾ കുറച്ച് എക്സാമ്പിൾസ് വെച്ച് പറയാം. അപ്പോൾ സെൽഫ് ഡിസ്കവറി എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ ആത്മാവിൻ്റെ പേർപ്പസ് എന്നറിയുന്നത്. ആത്മാവ് എന്നുള്ള വാക്ക് ഇതാവണ്ട, സോൾ എന്ന് പറയുന്ന മീനിങ്ങിൽ എടുത്താൽ മതി. അതിൻ്റെ അർത്ഥം ടു ബി സംതിങ് എന്നുള്ളതാണ്. ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഒരു ഇതിൽ ആവുക എന്നുള്ളതാണ്. അതിന് നമുക്ക് ഏറ്റവും ഉദാഹരണമായിട്ടുള്ളത് മലാല യൂസഫലിയും മദർ തെരേസയുമാണ്. ഇതെൻ്റെ ഒരു പേഴ്സണൽ ഇതിലുള്ള അറിവിലാണ്, ഒരുപാട് പേരുണ്ടാവാം. അതായത് ഇപ്പോൾ മലാല യൂസഫലി നിങ്ങൾക്കറിയാലോ, ഷീസ് സംതിങ്. ഷീ സ്റ്റാൻഡ്സ് ഫോർ ദി എഡ്യൂക്കേഷൻ ഓഫ് പീപ്പിൾ, എസ്പെഷ്യലി അണ്ടർ പ്രിവിലേജ്ഡ് പീപ്പിൾ, കിഡ്സ്. ആൻഡ് മദർ തെരേസ നിങ്ങൾക്കറിയാലോ, ഷീ കെയിം ടു ഇന്ത്യ ആൻഡ് ഡിവോട്ടഡ് ഹെർ ലൈഫ്. അപ്പോൾ അവരുടെ ജീവിതത്തിലെ ഒരു ആത്മാവിൻ്റെ ഒരു സോൾ പേർപ്പസ് എന്ന് പറയുന്നത് ടു ബി സംതിങ് എന്നുള്ളതാണ്. ഫോർ മലാല ഇറ്റ്സ് ഫോർ എഡ്യൂക്കേഷൻ, മദർ തെരേസ ഇറ്റ്സ് ഫോർ സർവീസ്. ഓക്കെ, അതാണ് സെൽഫ് ഡിസ്കവറി എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ജീവിതത്തിലും ഒരു 30, 35, 40 വയസ്സ് കഴിഞ്ഞാൽ ഒരുവിധം എല്ലാവരുടെ ഉള്ളിലും വരുന്നൊരു ചോദ്യമുണ്ട്, വാട്ട് ഈസ് മൈ പേർപ്പസ്? എന്താണ് എൻ്റെ ജീവിതത്തിൻ്റെ യഥാർത്ഥ ലക്ഷ്യം? ഇങ്ങനെ ഇതാണോ, അല്ലെങ്കിൽ ഇതിനപ്പുറം എനിക്ക് എന്തെങ്കിലും ഈ ലൈഫിലുണ്ടോ? അതിനാണ് അത് നമ്മുടെ ഒരു എന്താ പറയുക, സോളിൻ്റെ വിളിയാണ്. പാങ്സ് ഓഫ് ദ സോൾ എന്ന് പറയും. ചിലവർക്ക് നേരത്തെ കിട്ടും. 2, നമ്മുടെ സെൽഫ് ഡെവലപ്മെൻറ്റ്, അതായത് നമ്മുടെ ജീവിതത്തിലെ പേർപ്പസ്. അതായത് നമ്മൾ പഠിക്കുക, തൊഴിൽ നേടുക, പിന്നെ വിവാഹം കഴിക്കുക, അച്ഛനാവുക, അമ്മയാവുക, നല്ല ഫ്രണ്ട് ആവുക, ഇതുപോലത്തെ ഒരുപാട് കാര്യങ്ങൾ. അത് നമ്മുടെ ഡേ ടു ഡേ ലൈഫാണ്. ഇത് എന്താ, ടു ഡു സംതിങ്, വെറുതെ ഇരിക്കലല്ല. അതിന് ഏറ്റവും നമുക്ക് ഉദാഹരണം എന്ന് പറയുന്നത് ഇലോൺ മസ്കാണ്. നമ്മളെല്ലാ ഉദാഹരണമാണ്. പക്ഷേ മസ്കിനെ എടുക്കാൻ കാര്യം, ബാക്കിൽ ബുക്കില്ല അല്ലെ, സൈഡിൽ ശരിക്കും മസ്കിൻ്റെ ബയോഗ്രഫി ഉണ്ടാവും. ബിക്കോസ് ഹീ ഹാസ് ഇൻസ്പയർഡ് മി എ ലോട്ട് ഫോർ ഹിസ് ഡെഡിക്കേഷൻ. അതുകൊണ്ടാണ് ഞാൻ മസ്കിനെ എടുത്തത്. അപ്പോൾ ഇതിൽ നമ്മുടെ ജീവിതത്തിൽ സെൽഫ് ഡിസ്കവറി, അതായത് സോൾ പേർപ്പസും ലൈഫ് പേർപ്പസും ഒന്നാവുമ്പോൾ വിൽ ബി ഹാപ്പി. അത് മെലീസ ഫെയ്ക്ക് എന്ന് പറയുന്ന ഒരു ലേഡി എഴുതിയൊരു ബുക്കുണ്ട്, ആകാശിക് റെക്കോർഡിങ്സ്. അതായത് ഇന്ത്യൻ ഇതിലാണ് അവർ എഴുതിയിട്ടുള്ളത്. അതിലവർ പറയുന്നുണ്ട്, ഇഫ് യു ആർ നോട്ട് ഹാപ്പി വിത്ത് യുവർ ജോബ്, ഇറ്റ്സ് ബിക്കോസ് യുവർ സോൾ ആൻഡ് ലൈഫ് പേർപ്പസ് ഈസ് ഡിഫറെൻറ്റ്. അതായത് ഇപ്പോൾ ഒരു മ്യൂസീഷ്യൻ ആവണം എന്ന ആഗ്രഹമുള്ള ആൾ ഒരു എഞ്ചിനീയർ ആവുകയാണെങ്കിൽ നാച്ചുറലി അയാളുടെ ഉള്ളിൽ ആ മ്യൂസീഷ്യൻ കിടന്ന് ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷേ ജീവിക്കാൻ വേണ്ടി അയാൾക്ക് എഞ്ചിനീയർ ആയേ പറ്റൂ. അപ്പോൾ ആ ഒരു കോൺഫ്ലിക്റ്റ് വരുമ്പോൾ അയാളുടെ ജീവിതത്തിൽ ബാക്കിയുള്ള ഏരിയയിൽ ഭയങ്കര ദേഷ്യം ഉണ്ടായിരിക്കും. ഇത് പാരൻ്റൽ പ്രഷേഴ്സ് കൊണ്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ.
അപ്പോൾ ഈ ഒരു ഇൻകോൺഗ്രുവൻസി മനസ്സിലായില്ലേ, അതാണ് ഈ പ്രശ്നം എന്നാണ് ടാരോ കാർഡുകൾ പറയുന്നത്. എല്ലാം ഞാൻ എന്താ പറയുക, ടെക്സ്റ്റ് ബേസ്ഡ് നോളജാണ് ഞാൻ തരുന്നത് നിങ്ങൾക്ക്. സെക്കൻഡ് വന്ന് എന്ന് പറയുന്നത് എങ്ങനെയാണ് ഇത് ഡിവൈഡ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു പോക്കറ്റ് സൈസ്ഡ് ടാരോ ഡെക്ക് ആണ്, അത് കൊണ്ടുനടക്കാൻ വേണ്ടി ഞാൻ ഉപയോഗിക്കുന്നതാണ്. ഇതിൽ നിങ്ങൾക്കറിയാലോ 78 കാർഡുകളാണുള്ളത്. 78 കാർഡുകളിൽ 22 കാർഡുകൾ നമ്മുടെ സോൾ പേർപ്പസിന് വേണ്ടിയാണ് ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ളത്. സെൽഫ് ഡിസ്കവറിക്ക് വേണ്ടി 56 കാർഡുകൾ എന്ന് പറയുന്നത് നമ്മുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കടന്നു പോകാൻ സാധ്യതയുള്ളതും അല്ലാത്തതുമായിട്ടുള്ള എല്ലാ മേഖലകളിലും വരുന്ന ഒരു കാർഡ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഈ ടാരോ കാർഡ് പഠിക്കുമ്പോൾ നമ്മൾ ആദ്യം പഠിക്കേണ്ടത്, നമ്മൾ എന്തിനാണ് പഠിക്കുന്നതെന്നാണ് ആദ്യം ചോദിക്കേണ്ടത്. രണ്ടാമത് ബേസിക് മീനിങ് ഓഫ് ദ കാർഡ്സ് അത് അറിഞ്ഞിരിക്കണം. ബേസിക് മീനിങ്സ് അറിഞ്ഞാലേ പിന്നെ അതിനുള്ളിലെ സിംബലിസം എന്താണ്, കളർ കോഡ്സ് എന്താണ്, സിറ്റുവേഷണൽ മീനിങ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതൊക്കെ പഠിക്കുന്നത്. പക്ഷേ ഫസ്റ്റ് ആൻഡ് പ്രൈമറി സ്റ്റെപ്പ് ഈസ് ടു നോ വാട്ട് ഈസ് ദ ബേസിക് മീനിങ്. എനിക്ക് കുറച്ച് ഇംഗ്ലീഷ് കയറി വരും, നോട്ട് ബിക്കോസ് ഐ വാസ് ബോൺ ആൻഡ് ബ്രോട്ട് അപ്പ് എനിവെയർ. അത് വർഷങ്ങളായിട്ട് ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നതുകൊണ്ടാണ്. ആക്ച്വലി ഐ എം നോട്ട് എ ടാരോ കാർഡ് ട്രെയിനർ, ഐ ടീച്ച് ഇംഗ്ലീഷ്, ബട്ട് ദിസ് ഈസ് വൺ ഓഫ് മൈ പാഷൻസ് വിച്ച് ഐ ഡിസൈഡഡ് ടു ഷെയർ വിത്ത് യു ബിക്കോസ് യു ലൈക്ക് ഇറ്റ്. ഓക്കെ, അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ബേസിക്കലി മോസ്റ്റ് ഓഫ് മൈ സ്റ്റുഡൻസ് നോ മീ ആസ് എ ഇംഗ്ലീഷ് ലെക്ചറർ എന്നാണ് പറയേണ്ടത്. അപ്പോൾ ഈ മേജർ ആർക്കാനിൽ ഇതിപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള നെറ്റിൽ നിന്നാണ്, അപ്പോൾ കൃത്യം ഓർഡറിലല്ലത്. 22 കാർഡുകളുണ്ട്. അത് നമ്മുടെ ജീവിതത്തിൽ എന്താ പറയുന്നത്, ജനിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഫുൾ പോസിബിലിറ്റിയിൽ മുതൽ നമ്മൾ കടന്നു പോകാൻ സാധ്യതയുള്ള ഒരു ജേർണീസാണ്. അപ്പോൾ അത് സിറ്റുവേഷൻ അനുസരിച്ചാണ് നമുക്ക് ആ മീനിങ് പറയാൻ പറ്റുള്ളൂ. തൽക്കാലം 22 യൂണിവേഴ്സൽ സീക്രട്സ് ഉണ്ടെന്ന് അറിയുക. നമ്മളൊരു പ്രോബ്ലം അനുസരിച്ച് ആ കാർഡ് എടുക്കുമ്പോൾ മേജർ ആർക്കാന കാർഡാണ് വരുന്നതെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അതൊരു യൂണിവേഴ്സൽ സീക്രട്ടാണ്. ഈദർ ഇറ്റ് വിൽ ബി റിവീൽഡ് ടു യു അറ്റ് ദ മൊമെൻറ്റ് ഓർ ഇറ്റ് വിൽ നോട്ട് ബി റിവീൽഡ്. ബിക്കോസ് നമുക്കറിയാലോ, ദർ ഈസ് ഓൾവേസ് എ മിസ്റ്ററി ഇൻ ദിസ് വേൾഡ്. ദർ ആർ എ ലോട്ട് ഓഫ് മിസ്റ്ററീസ് വിച്ച് വി കനോട്ട് അൺഎർത്ത്. പക്ഷേ മൈനർ ആർക്കാന കാർഡുകൾ നമുക്ക് ഡീകോഡ് ചെയ്യാൻ പറ്റും. മൈനർ ആർക്കാന എന്ന് പറയുന്നത് 14 നമ്പറുള്ള കാർഡുകളാണ്. ഇത് ജീവിതത്തിൻ്റെ 4 സൈക്കിൾസ് ആണെന്നാണ് പറയുന്നത്. അതായത് ആദ്യത്തെ 3 സൈക്കിൾസിൽ നമ്മൾ ഒരു ഐഡിയ, പിന്നെ ഒരു ഫസ്റ്റ് ഡെവലപ്മെൻറ്റ് സ്റ്റേജ്, സെക്കൻഡ് ഡെവലപ്മെൻറ്റ് സ്റ്റേജ്, പിന്നെ ഒരു ട്രാൻസിഷണൽ സ്റ്റേജ്, പിന്നെ ഫൈനലി ഈസ് എ റിസ്ക് ടേക്കിംഗ് സ്റ്റേജ്. ഇത് ന്യൂമറോളജിയായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന നമ്പറാണ്. 1 ഈസ് എ ബിഗിനിങ്, 2 ഈസ് കോൺഫ്ലിക്റ്റ് കണക്റ്റഡ് വിത്ത് ടു ഫെമിനിറ്റി, 3rd ഈസ് മാസ്കുലിനിറ്റി, 10 ഈസ് എ മാജിക്കൽ നമ്പർ ബിക്കോസ് ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് 1, 2, 3 and 4 എന്ന് പറഞ്ഞ് ഹൈലി ന്യൂമറോളജിയായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള സംഭവമാണ് ടാരോ എന്ന് പറയുന്നത്. ന്യൂമറോളജി ഇല്ലാതെ ടാരോ പറയുന്നുണ്ടെങ്കിൽ അത് ഇറ്റ്സ് ഇഗ്നറൻസ് എന്നാണ് പറയുന്നത്. ഇനി നമ്മുടെ ജീവിതത്തിലെ 4 കാര്യങ്ങളാണ് ഈ 56 കാർഡുകൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. 14 സാധാരണ നമുക്ക് ചീട്ട് കളിക്കുന്ന പോലെയൊക്കെ തോന്നും. കാരണം ഞാൻ തന്നെ ചില സ്ഥലത്ത് ഈ കാർഡ് റീഡിങ് നമ്മുടെ വളരെ ക്ലോസ് ആയിട്ടുള്ള ചെയ്യുമ്പോൾ പെട്ടെന്ന് പിള്ളേരൊക്കെ വന്ന് നോക്കുമ്പോൾ അച്ഛൻ ഇരുന്ന് ചീട്ട് കളിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയും. കാരണം അവർ കാണുമ്പോൾ ചീട്ടാണല്ലോ. പക്ഷേ നമ്മൾ ഓക്കെ എന്ന് പറയും, ബിക്കോസ് ഇറ്റ്സ് ഓൾ ഫൺ. അപ്പോൾ ഞാൻ പറഞ്ഞു എന്ന് വെച്ചാൽ വോൺസ് എന്ന് പറയുന്നത് ഒരു വടിയുടെ പടമാണത്. ഇതിലേക്ക് 14 കാർഡുണ്ട്. ഇതിൽ 14 ഉണ്ടെന്ന് തോന്നുന്നു. 3, 6, 7, യെസ് 17. ഞാൻ നെറ്റിൽ നിന്ന് കോപ്പി ചെയ്തിട്ടുകൊണ്ടാണ്. അപ്പോൾ വോൺസ് എന്ന് പറയുന്നത് റെപ്രസെൻ്റ് ചെയ്യുന്നത് നമ്മുടെ ഒരു സെൽഫിനെ തന്നെയാണ്. അതായത് നമ്മൾ ലൈഫ് സ്പാൻ സൈക്കോളജിയിൽ പഠിക്കുമ്പോൾ ഓരോരോ സ്റ്റേജിലൂടെ മനുഷ്യൻ കടന്നു പോകും. അത് പാഷനാവാം, വിൽ പവർ ആവാം, നമ്മുടെ ക്രിയേറ്റിവിറ്റി ആവാം. അപ്പോൾ ആ സിറ്റുവേഷൻ അനുസരിച്ച് ആ കാർഡ് വരുമ്പോൾ നമ്മൾ മീനിങ് പറയുകയാണ് ചെയ്യുന്നത്. കപ്സ് എന്ന് പറയുന്ന ആൾക്കാരല്ല, ഇമോഷൻസാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ശരിക്കും നമ്മുടെ അൺകോൺഷ്യസ് സെൽഫിനെയാണ് കപ്സ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതായത് പലപ്പോഴും നമ്മുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ നമുക്കറിയാലോ, ഫ്രോയിഡിയൻ തിയറി വെച്ച് അൺകോൺഷ്യസ്, സബ് കോൺഷ്യസ് ആൻഡ് കോൺഷ്യസ്, നമ്മുടെ ഇതുവരെയുള്ള എല്ലാ അനുഭവങ്ങളും ആ അൺകോൺഷ്യസ് മൈൻഡിലേക്ക് കിടക്കുന്നുണ്ടാവുക. അവിടെ നമുക്ക് ഉത്തരങ്ങൾ കിട്ടില്ല. അതിന് ഹെൽപ്പ് ചെയ്യാനായിട്ടാണ് ഈ കപ്സ് വരുന്നത്. കപ്സസ് പൊതുവേ ലവ്, ഫീലിങ്സ്, ഇമോഷൻസാണ് കണക്റ്റഡ് ആയിട്ടുള്ളത്. പക്ഷേ നമുക്കത് റിലേഷൻഷിപ്പിലല്ലാതെയും കപ്സ് വരുമ്പോൾ അതിന് അർത്ഥം മാറും. പിന്നെ വരുന്നത് സോഡ്സ് ആണ്. സോഡ്സ് എന്ന് പറയുന്നത് എഗെയിൻ ഫിസിക്കൽ വേൾഡാണ്. നമ്മുടെ കോൺഷ്യസ് സ്റ്റേജ്, നമ്മൾ അനുഭവവേദ്യമാകുന്ന പ്രതലം എന്നൊക്കെ പറയുമല്ലോ, അതിനാണ് നമ്മൾ കോൺഷ്യസ് സ്റ്റേജ് എന്ന് പറയുന്നത്. റാഷണൽ നോളജ്. 14 കാർഡുണ്ട്, 14 സ്റ്റേറ്റ് ഉണ്ട് നമുക്ക്. അത് റിവേഴ്സിൽ വരുമ്പോൾ അർത്ഥം മാറും. എല്ലാം നമുക്ക് ഈ വീഡിയോയിൽ പറയാൻ കഴിയില്ല. ബേസിക്കായിട്ട് ഞാനൊന്ന് ടച്ച് ചെയ്ത് പോകുന്നുള്ളൂ, നിങ്ങൾക്ക് മനസ്സിലാക്കാമല്ലോ. പെൻറ്റക്കിൾസ് എന്ന് പറയുന്നത് നാണയത്തുട്ടുകളാണ്. അത് നമ്മുടെ ഫിസിക്കൽ ലൈഫ് ആവാം, ഐ മീൻ പുറമേ കാണുന്നത് നമ്മുടെ, അതായത് ഹെൽത്ത്, കരിയർ, മണി, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ ഇതിൻ്റെ ഒരു എന്താ പറയുക, 78 കാർഡ് മീനിങ്സും ആ നമ്പറും പഠിക്കുക എന്നുള്ളതാണ് ടാരോ കാർഡിൻ്റെ ആദ്യത്തെ ഇതെന്ന് പറയുന്നത്. അതാണ് അതിൽ ഏറ്റവും കുറച്ച് ചലഞ്ചിങ് ആയിട്ടുള്ളത്. പക്ഷേ ഇറ്റ്സ് നോട്ട് ഇമ്പോസിബിൾ. ഓക്കെ, ദെൻ വി കം ടു ദ നെക്സ്റ്റ് പാർട്ട് ഓഫ് ഇറ്റ് വിച്ച് ഈസ് നോൺ ആസ് വാട്ട് ഇസ് എ മീനിങ്. ഒരു കാർഡിന് ശരിക്കും 5 മീനിങ് ഉണ്ട് എന്നാണ് പറയുന്നത്. ജനറലി
ഫസ്റ്റ് വൺ ഈസ് എ ന്യൂട്രൽ മീനിങ്. ഒരു കാർഡും നെഗറ്റീവും അല്ല പോസിറ്റീവും അല്ല. ഈവൻ ഡെത്ത്, ഡെവിൾ എന്ന് പറയുന്നതിനൊക്കെ ഒരു ന്യൂട്രൽ മീനിങ് ഉണ്ട്. പിന്നെ അതേപോലെ ഒരു പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് മീനിങ്. അത് നമ്മുടെ ആ സിറ്റുവേഷൻ അനുസരിച്ചാണ് പറയുന്നത്. പിന്നെ കാർഡ് നമ്മൾ എടുക്കുമ്പോൾ നമുക്കറിയാലോ, മൾട്ടിപ്പിൾ ടൈംസ് ഈ ഡെക്ക് ഇത് ചെയ്യുമ്പോൾ കാർഡ് തിരിഞ്ഞൊക്കെ പോകും. അത് നോർമലാണ്. അപ്പോൾ റിവേഴ്സലാണ് വരുന്നെങ്കിൽ അതിന് അർത്ഥം മാറും, പോസിറ്റീവായിട്ടാണ് അതിന് അർത്ഥം മാറും. ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഈ ടാരോ കാർഡിന് അവസാനമായിട്ട് ഓർക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ അവസാനമായിട്ട് ഓർക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ടാരോ കാർഡിന് വല്ല മാജിക് ഉണ്ടോ എന്ന് പലരും ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് എന്നെ ഓൺലൈനിൽ പഠിപ്പിച്ച ട്രെയിനർ പറഞ്ഞത് കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ കൺക്ലൂഡ് ചെയ്യുന്നത്, ആസ് സച്ച് ദിസ് കാർഡ് ഈസ് നത്തിങ്. ഇതൊരു ഫാക്ടറിയിൽ നിന്ന് വന്നിട്ടുള്ള 78 കാർഡുകൾ മാത്രമാണ്. ജസ്റ്റ് ലൈക്ക് എ വയലിൻ. ഒരു വയലിൻ കിട്ടിയത് കൊണ്ട് ഒരു മികച്ച വയലിനിസ്റ്റ് ആവില്ല. വയലിനിസ്റ്റാണ് വയലിന് മാജിക് കൊടുക്കുന്നത്, അതിൽ നിന്ന് മധുര സംഗീതം വഹിക്കുന്നത്. അതേപോലെ ഈ ടാരോ കാർഡിൻ്റെ സൗന്ദര്യവും മാജിക്കും എന്ന് പറയുന്നത് അതിൻ്റെ റീഡറാണ് എന്നാണ് പറയുന്നത്. ദാറ്റ് ഈസ് ദ പേഴ്സൺ ഹു പ്രാക്ടീസസ് ഇറ്റ്. അപ്പോൾ അതൊരു സ്പിരിച്വൽ ജേണിയാണ്. അതിന് മെഡിറ്റേഷൻ, ജേർണലിങ്, ഒരു പ്രാക്ടീസ് എല്ലാമാണ് വേണ്ടത്. അതിനുള്ള വിൽ പവറും ഇതുമുണ്ടെങ്കിൽ നിങ്ങൾക്കിത് പഠിക്കാവുന്നേ ഉള്ളൂ. അതുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താം. ബേസിക്കലി ഐ ഹാവ് സ്റ്റാർട്ടഡ് എ വാട്സപ്പ് ക്ലാസ്. ഐ വിൽ ഷെയർ ദ ലിങ്ക്. If you are interested, I am ready to share my knowledge with you. If you are not interested, thank you, no problem. If you are interested, please do join. I'll see you. Thank you for watching, and leave your wonderful comments because I love to read them. Thank you, dears. Bye-bye.